ഈ പറയുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ കോടതി റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥർ എന്നാണ് റിപ്പോർട്ട്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ. മുരാരി ബാബു 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അത് ദേവസ്വം ബോർഡ് നിരാകരിച്ചു എന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. ഷഫീദ്, ഉദ്യോഗസ്ഥ വീഴ്ചയിൽ എന്താണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? കശ്മീരിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പ്രോട്ടോകോൾ പാലിക്കാതെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. നേരത്തെ മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ, അവർ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയും ദേവസ്വം ബോർഡ് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം, ഉദ്യോഗസ്ഥ വീഴ്ചയെങ്കിൽ ഉദ്യോഗസ്ഥ വീഴ്ച അത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം 2019 ആദ്യം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ ചെമ്പുപാളി എന്ന റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരാണെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് നൽകേണ്ടത്. പക്ഷേ അതിൽ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നുള്ളത് ഇപ്പോൾ അത് ബോധപൂർവമായ വീഴ്ചയാണോ എന്ന തരത്തിലേക്കുള്ള ഒരു സംശയം ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് 2019 വീഴ്ച സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ അവർക്കെതിരെ പരാമർശം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് 2019 നിന്ന് 2024 സമാനമായ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അന്ന് 2024 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് അത് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. എന്നാൽ ആ സമയത്ത് 2023 ഈ നെയ്ത്തേങ്ങ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിലക്കുന്നത്. 2024 അതായത് ഈ മുരാരി ബാബുവിന്റെ കത്ത് ദേവസ്വം ബോർഡ് നിരാകരിച്ചുവെന്നും വിജിലൻസിന്റെ ദേവസ്വം 25 മുമ്പ് 24 സ്വർണ്ണപ്പാളി ഇളക്കൊണ്ട് വന്ന് നീക്കം നടന്നു. അപ്പൊ കൂടെ എന്ന് പറഞ്ഞാൽ 19 മാറ്റിയത് 99 പൂശിയത് 19 മാറ്റണം, 19 മാറ്റിയത് 23 മാറ്റണം, 24 മാറ്റണം, 25 മാറ്റണം, കൂടെ മാറ്റണം അല്ലേ ഷഫീദെ? കശ്മീർ ഉറപ്പായിട്ടും. കാരണം 2019 അതിനുശേഷം പിന്നീടും ദേവസ്വം അധികൃതർ പുറത്തേക്ക് പറഞ്ഞ കാര്യം, അതിലൊക്കെ കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ 2024 സമാനമായ ഒരു ശ്രമം നടന്നു. പക്ഷേ അത് ഏതർത്ഥത്തിൽ ഏത് തരത്തിലാണ് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അതിന് തൊട്ട് മുൻപത്തെ വർഷം 2023 ആചാരലംഘനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്ന് ദേവസ്വം ബോർഡിലെ കുറച്ചു പേരെങ്കിലും പറയുന്ന നെയ്ത്തേങ്ങ അഭിഷേകവുമായി ബന്ധപ്പെട്ട വിവാദം അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടാകുന്നത്. പക്ഷേ കാര്യമായി പുറത്തു വന്നില്ല. 2023 വരെയുള്ള 3 വർഷക്കാലം ഈ നെയ്ത്തേങ്ങ പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കയറ്റി സഞ്ചാരത്തേക്ക് കൊണ്ടുപോകുന്ന VIP പരിഗണന അടക്കം ഇയാൾക്ക് ലഭിച്ചിരുന്നു. അത് ബോർഡ് വിലക്കിയതിന് പിന്നാലെയാണ് 2024 മുരാരി ബാബുവിന്റെ ഈ നീക്കം ബോർഡ് തന്നെ നിരാകരിച്ചതെന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ അടിമുടി ദുരൂഹം, അത് ഉദ്യോഗസ്ഥ വീഴ്ച എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു എന്ന് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കുള്ള സൂചനകൾ അത് ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ചും ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.